Hello friends, welcome back to Study with TJ. Today we are going to discuss about Kingdom Monera. അതായത് R.S. വിറ്റേക്കറിൻ്റെ 1969 ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ്റെ ഫസ്റ്റ് കിങ്ഡം ആയിട്ടുള്ള കിങ്ഡം മൊനേറയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പം കിങ്ഡം മൊനേറയുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ലെറ്റ് വി ഹാവ് ടു സ്റ്റാർട്ട്. കിങ്ഡം മൊനേറയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രിമിറ്റീവ് എന്ന രീതിയിൽ നമുക്ക് പറയാവുന്ന ഒരു കിങ്ഡമാണ്. ആൻഡ് ഇറ്റ് ഓൾസോ കണ്ടെയ്ൻ ദ മെജോറിറ്റി വിൽ ബി ബാക്ടീരിയാസ്. ഇതിൽ ഉൾപ്പെടുന്ന മെജോറിറ്റിയും ബാക്ടീരിയാസ് ആണ്. സോൾ മെമ്പേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് ദ ഓർഗാനിസംസ് ആർ യൂണിസെല്ലുലാർ. ദ ഓർഗാനിസം കണ്ടെയ്ൻ ഇൻ കിങ്ഡം മൊനേറ ഈസ് എസ്പെഷ്യലി വി ഹാവ് ടു സേ ദാറ്റ് യൂണിസെല്ലുലാർ ഓർഗാനിസം. And we have to say that they are microscopic and also prokaryotic organism. എന്താണ് prokaryotic organism എന്ന് പറഞ്ഞാൽ? The organism which have not a well defined nucleus, അല്ലെങ്കിൽ ട്രൂ ആയിട്ടൊരു ന്യൂക്ലിയസ് ഇല്ലാത്ത ഓർഗാനിസങ്ങളെയാണ് നമ്മൾ prokaryotic organism എന്ന് പറയുന്നത്. അപ്പോൾ കിങ്ഡം മൊനേറയിലുള്ള ഓർഗാനിസംസ് prokaryotic ആണ്. ആൻഡ് ഓൾസോ the cell wall is present. ഇവരിൽ സെൽ വാൾ പ്രസൻ്റ് ആണ്. എങ്ങനെയുള്ളതാണ്? നോൺ സെല്ലുലോസിക് ആയിട്ടുള്ള സെൽ വാളാണ് ഇവർക്ക് ഉള്ളത്. ദാറ്റ് മീൻസ് പോളിസാക്കറൈഡ് ആൻഡ് അമിനോ ആസിഡ്സ്, എ കമ്പൈനിങ് ഓഫ് പോളിസാക്കറൈഡ്സ് ആൻഡ് അമിനോ ആസിഡ്. പോളിസാക്കറൈഡുകളും അമിനോ ആസിഡും ചേർന്നിട്ടുള്ള ഒരു കമ്പൈനിങ് ഫോമാണ് നോൺ സെല്ലുലോസിക് സെൽ വാളായിട്ട് ഇവരിൽ കാണുന്നത്. ആൻഡ് ദ ന്യൂക്ലിയോയിഡ് ആർ പ്രസൻറ്റ് ഇൻ ദിസ് ഓർഗാനിസം. കിങ്ഡം മൊനേറയിലുള്ള ഓർഗാനിസങ്ങളിൽ ന്യൂക്ലിയോയിഡ് പ്രസൻ്റ് ആണ്. ആൻഡ് നമുക്കതുപോലെ പറയാവുന്ന മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ദേ ആർ ഹെട്രോട്രോപ്സ് ആൻഡ് ഓട്ടോട്രോപ്സ്. ഇവരിൽ ഹെട്രോട്രോപ്സ് ആയിട്ട് കാണുന്ന ബാക്ടീരിയകളും ഉണ്ട്, ഓട്ടോട്രോപ്സ് ആയിട്ട് കാണുന്ന ബാക്ടീരിയകളും ഉണ്ട്. എന്താണ് ഹെട്രോട്രോപ്സ് എന്ന് പറഞ്ഞാൽ? ഹെട്രോട്രോപ്സ് എന്ന് പറഞ്ഞാൽ മറ്റ് ഏതെങ്കിലും ഒരു ലിവിങ് ഓർഗാനിസത്തെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഫുഡ് സ്വീകരിക്കുന്നവരാണ്. ന്യൂട്രിയൻസ് ആയിക്കോട്ടെ, അങ്ങനെ എന്തോ പ്രോട്ടീൻസ് ന്യൂട്രിയൻസ് ഒക്കെ അബ്സോർബ് ചെയ്ത് അങ്ങനെ മറ്റുള്ളവരുടെ ചെലവിൽ കഴിയുന്ന എന്ന് പറയുന്ന പോലെയുള്ളവരാണ് ഹെട്രോട്രോപ്സ്. എന്നാൽ ഓട്ടോട്രോപ്സ് എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കി ആഹാരമായി സ്വീകരിക്കുന്നവരാണ് ഓട്ടോട്രോപ്സ്. അപ്പോൾ ഈ ഒരു കിങ്ഡം മൊനേറയിലുള്ള ഓർഗാനിസങ്ങളിൽ നമുക്ക് എന്തൊക്കെ പറയാം? അവരിൽ ഹെട്രോട്രോപ്സ് ആയിട്ടുള്ള ബാക്ടീരിയകളും ഉണ്ട്. ആൻഡ് ഓൾസോ ദ ബാക്ടീരിയാസ് ആർ ഓട്ടോട്രോപ്സ്. ക്ലിയർ? ഇനി നമുക്ക് പറയാം ദ ബാക്ടീരിയാസ് ആർ ഗ്രൂപ്പ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ദെയർ ഷേപ്പ്. അവരുടെ ഷേപ്പിനനുസരിച്ച് ബാക്ടീരിയകളെ കുറേ ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദ ബേസിസ് ഓഫ് ഷേപ്പ് ദ ബാക്ടീരിയാസ് ആർ ഗ്രൂപ്പ്ഡ് ഇൻ ടു 4. 4 ഗ്രൂപ്പുകളായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ കോക്കൈ, സെക്കൻഡ് വൺ ബാസിലൈ, തേർഡ് വൺ വിബ്രിയോ, ദെൻ സ്പൈറില്ല. കോക്കൈ മീൻസ് ഇറ്റ് ഈസ് ദ പ്ലൂറൽ ഓഫ് കോക്കസ്. കോക്കസ് എന്ന വേർഡിൻ്റെ പ്ലൂറലാണ് കോക്കൈ എന്ന് പറയുന്നത്. അതായത് കുറേ ഒന്നിലേറെ കോക്കസുകൾ ചേർന്നൊരു ഗ്രൂപ്പാണ് കോക്കൈ. ഒന്നിലേറെ ബാസിലസ് ചേർന്നുള്ള ഗ്രൂപ്പാണ് ബാസിലൈ. ഒന്നിലേറെ വിബ്രിയം ചേർന്നുള്ള ഗ്രൂപ്പാണ് വിബ്രിയോ. ആൻഡ് ഓൾസോ വൺ മോർ ദാൻ സ്പൈറില്ലം വിൽ ബി കമ്പൈൻഡ് ടു ഫോം സ്പൈറില്ല. അപ്പോൾ എന്താണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്? അവയുടെ ഷേപ്പിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അവയെ ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കോക്കസ് അല്ലെങ്കിൽ കോക്കൈ എന്ന് പറഞ്ഞാൽ ദേ ഹാവ് എ സ്പെറിക്കൽ ഷേപ്പ്. ബാക്ടീരിയാസ് ഹാവ് എ സ്പെറിക്കൽ ഷേപ്പ് ഈസ് കോൾഡ് എസ് ദ കോക്കൈ ഗ്രൂപ്പ്. കോക്കൈ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നത് സ്പെറിക്കൽ ഷേപ്പ് കാണുന്ന ബാക്ടീരിയകളാണ്. അതുപോലെ ബാസിലസ് എന്ന ഒരു ഗ്രൂപ്പ് പറയുകയാണെന്നുണ്ടെങ്കിൽ ദേ ഹാവ് എ റോഡ് ഷേപ്പ് ബാക്ടീരിയാസ്. അതായത് റോഡ് ഷേപ്പിൽ കാണുന്ന ബാക്ടീരിയകളാണ് ബാസിലൈ ഗ്രൂപ്പിൽ നമുക്ക് കാണാനായിട്ട് കഴിയുക. അതുപോലെ കോമ ഷേപ്പിൽ, നമ്മൾ കോമയിടൂലേ, ആ ഒരു കോമ ഷേപ്പിൽ കാണാനായിട്ട് കഴിയുന്ന ബാക്ടീരിയകളെല്ലാം വിബ്രിയോ ഗ്രൂപ്പിലും, സ്പൈറൽ ഷേപ്പിൽ കാണുന്ന ബാക്ടീരിയകളെല്ലാം ചേർന്ന് സ്പൈറില്ല എന്ന ഗ്രൂപ്പിലുമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുക. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫിഗർ എല്ലാവരും ക്ലിയർ ആയിട്ടൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക.
എക്സാമിന് ആ ഒരു ഫിഗർ തന്നിട്ട് ഇത് എന്ത് തരം ബാക്ടീരിയയാണ്, അതിനൊരു എക്സാമ്പിൾ എഴുതുക എന്നൊക്കെ ചോദിക്കുന്നതാണ്. സോ ക്ലിയർ ആയിട്ട് ഫിഗർ നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കുക. നമുക്ക് കാണുമ്പോൾ അറിയാം അല്ലേ, ഒരു സ്പെറിക്കൽ ഷേപ്പിൽ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട പോലെയാണ് നമുക്ക് കോക്കൈകളെ കാണാൻ കഴിയുക. റോഡ് ഷേപ്പ് എന്ന് പറയുമ്പോൾ ഒരു ദണ്ടിൻ്റെ ഒരു ഷേപ്പിൽ കാണാൻ കഴിയും. കോമ, അത് ക്ലിയർ ഒരു കോമയായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയും. ഓൾസോ സ്പൈറൽ, വളഞ്ഞിരിക്കുന്ന പോലെയും നമുക്ക് കാണാനായിട്ട് കഴിയുന്നതും ഉണ്ട്. ഇനി നമുക്ക് ഇവയുടെ എല്ലാം ഓരോ എക്സാമ്പിൾസ് വെച്ച് ഒന്ന് അറിഞ്ഞിരിക്കുക. കോക്കസിന് ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്ന ഡിസീസിന് കാരണമാക്കുന്ന പാത്തജനാണ് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ. ഇറ്റ് ഈസ് ഓൾസോ ആൻ എക്സാമ്പിൾ ഓഫ് കോക്കസ്. ആൻഡ് ബാസിലസ് ആന്ത്രാസിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ ബാസിലസ്. ഇറ്റ്സ് എ ബാക്ടീരിയ ആൻഡ് ദിസ് ഈസ് കോസ്ഡ് ആന്ത്രാസിസ് ദ ഡിസീസ്. ഓക്കെ, ആന്ത്രാസിസ് എന്ന രോഗത്തിന് കാരണമാക്കുന്ന പാത്തജനാണ് ബാസിലസ് ആന്ത്രാസിസ്. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ബാസിലസ്. ഓക്കെ, വിബ്രിയോ കോളറ എന്ന രോഗത്തിന് കാരണമാക്കുന്ന പാത്തജനായിട്ടുള്ള വിബ്രിയോ കോളറ എന്ന ബാക്ടീരിയ ഈസ് ഓൾസോ കണ്ടെയ്ൻ ഇൻ വിബ്രിയോ. ആൻഡ് ഹെലിക്കോബാക്ടർ പൈലോറി, ഇറ്റ് ഈസ് കോസ്ഡ് ദ ഡിസീസ് പെപ്റ്റിക് അൾസറിന് കാരണമാക്കുന്ന ഹെലിക്കോബാക്ടർ പൈലോറി സ്പൈറില്ലം എന്ന ഗ്രൂപ്പിൽപ്പെടുന്ന ബാക്ടീരിയകൾക്ക് എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം ദ ബാക്ടീരിയസ് ആർ ഗ്രൂപ്പ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ ഷേപ്പാണ്. ഇനി ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ മോഡ് ഓഫ് ന്യൂട്രിഷൻ. അവരുടെ ന്യൂട്രിഷൻ അനുസരിച്ചും നമ്മളവയെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞിരുന്നു ഓട്ടോട്രോപ്സ് ആൻഡ് ഹെട്രോട്രോപ്സ്. ഈ ഓട്ടോട്രോപ്സിനെ തന്നെ വീണ്ടും നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ഫോട്ടോ ഓട്ടോട്രോപ്സ് ആൻഡ് കീമോ ഓട്ടോട്രോപ്സ്. ക്ലിയർ? ഫോട്ടോ ഓട്ടോട്രോപ്സ് ആൻഡ് കീമോ ഓട്ടോട്രോപ്സ്. ഇപ്പം നമ്മൾ ഓട്ടോട്രോപ്സ് എന്താണെന്നാണ് പറഞ്ഞത്, സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കി ആഹാരമായി സ്വീകരിക്കുന്നവരാണ് ഓട്ടോട്രോഫിക് ഓർഗാനിസംസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ബാക്ടീരിയകളെ നമ്മൾ അതിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഓട്ടോട്രോഫിക് ബാക്ടീരിയകളാണ്. ഇപ്പോൾ ഫോട്ടോ ഓട്ടോട്രോഫിക് ബാക്ടീരിയകൾ എന്ന് പറഞ്ഞാൽ ദേ മേക്ക് ദ ഫുഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സൺലൈറ്റ്, അതായത് സൂര്യപ്രകാശത്തിൻ്റെ സഹായത്തോടെ, അതുപോലെ വാട്ടർ, അങ്ങനെയുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഇതിൻ്റെയൊക്കെ ഹെൽപ്പോടുകൂടി ഭക്ഷണം ഉണ്ടാക്കുന്നവരാണ് ഫോട്ടോ ഓട്ടോട്രോഫിക് ബാക്ടീരിയാസ്. എന്നാൽ കീമോ ഓട്ടോട്രോഫിക് ബാക്ടീരിയാസ് എന്ന് പറഞ്ഞാൽ ദ ബാക്ടീരിയാസ് ദേ ആർ മേക്ക് ഫുഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സം കെമിക്കൽസ്, ചില കെമിക്കൽസിൻ്റെ സഹായത്തോടു കൂടി. ആ പേരിൽ തന്നെയുണ്ട് കീമോ ഓട്ടോട്രോഫിക് ബാക്ടീരിയാസ് എന്ന്. ഇനി അടുത്തതായിട്ട് നമുക്ക് പറയാനായിട്ട് കഴിയുക ഹെറ്ററോട്രോഫിക് ബാക്ടീരിയസിനെ കുറിച്ചാണ്. എന്താണ് ഹെറ്ററോട്രോഫിക് ബാക്ടീരിയാസ് എന്ന് പറഞ്ഞാൽ? നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞിരുന്നു. എന്തായിരുന്നു? മറ്റുള്ളവർ ഉണ്ടാക്കുന്ന ആഹാരത്തിൽ അതിനെ അബ്സോർബ് ചെയ്ത് ന്യൂട്രിയൻസും പ്രോട്ടീൻസും ഒക്കെ ഉള്ളിലാക്കുന്നവരാണ് ഹെറ്ററോട്രോഫിക് ഓർഗാനിസം. ഇപ്പോൾ ഇവിടെ ബാക്ടീരിയകൾ പറയുമ്പോൾ ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ, അവരെ തന്നെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്: പാരാസിറ്റിക് ഓർഗാനിസം, സാപ്രോഫൈറ്റിക് ഓർഗാനിസം ആൻഡ് ഹോളോസോയിക് ഓർഗാനിസം. അത് ബാക്ടീരിയകളെ പറയുമ്പോൾ പാരാസിറ്റിക് ബാക്ടീരിയാസ്, സാപ്രോഫിറ്റിക് ബാക്ടീരിയാസ് ആൻഡ് ഹോളോസോയിക് ബാക്ടീരിയാസ്. പാരാസിറ്റിക് ബാക്ടീരിയാസ് എന്ന് പറഞ്ഞാൽ ദ ബാക്ടീരിയാസ് വിച്ച് എൻട്രി ടു അതർ ഓർഗാനിസം ആൻഡ് അബ്സോർബ് ദി ന്യൂട്രിയൻസ്. അതായത് ഈ ബാക്ടീരിയകൾ മറ്റേതെങ്കിലും ഓർഗാനിസത്തിൻ്റെ ശരീരത്തിൽ പ്രവേശിക്കാം, അത് ഇന്നറായിട്ടോ ഔട്ടറായിട്ടോ പ്രവേശിക്കാം, എൻട്രി ചെയ്യാം, ആൻഡ് അബ്സോർബ് ദി ന്യൂട്രിയൻസ്. ആ ന്യൂട്രിയൻസ് എന്നിട്ട് അവരിൽ നിന്നും ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യും. എന്നാൽ സാപ്രോഫിറ്റിക് ബാക്ടീരിയകളുടെ പ്രത്യേകത ദേ അബ്സോർബ് ന്യൂട്രിയൻസ് ഫ്രം ദി ഡെഡ് ഡീക്കേയിങ് ഓർഗാനിസം. അതായത് ചത്ത് ജീർണിച്ചുള്ള ഓർഗാനിസങ്ങളിൽ നിന്നും ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്തെടുക്കുവാണ് സാപ്രോഫിറ്റിക്. ഇപ്പോൾ പാരാസിറ്റിക്കും സാപ്രോഫിറ്റിക്കും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? പാരാസിറ്റിക്കിൽ ജീവനുള്ളവയുടെയാണ്, സാപ്രോഫിറ്റിക്കിൽ ഡെഡ് ആയിട്ടുള്ള ഓർഗാനിസങ്ങളുടേതാണ്. ഇനി ഹോളോസോയിക് എന്ന് പറഞ്ഞാൽ നമ്മൾ മൗത്ത് ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കുന്നതാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം ഹെറ്ററോട്രോഫിക് ഓർഗാനിസംസ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ക്ലിയർ ആണല്ലോ? സോ ദീസ് ആർ ദ മേജർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബാക്ടീരിയാസ് ഓർ കിങ്ഡം മൊനേറ. ഇതാണ് കിങ്ഡം മൊനേറയുടെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയാനായിട്ടുള്ളത്. സോ ഇതെല്ലാവരും ക്ലിയർ ആയിട്ടൊന്ന് ഓർത്ത് നന്നായി പഠിച്ച് മനസ്സിലാക്കുക. ഇനി തുടക്കത്തെ ആദ്യം ഞാൻ പറഞ്ഞിട്ടുള്ള ചില ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്നും കൂടെ പറയാം. മെജോറിറ്റി ഓഫ് കിങ്ഡം മൊനേറ വിൽ ബി bacteria, or the sole members are bacteria. They are unicellular, microscopic, prokaryotic, and the cell wall is present, that is non-cellulosic cell wall, that is polysaccharide plus amino acid, and they are heterotrophs and autotrophs, and the nucleoid is present. Clear? ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതിൻ്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറഞ്ഞത്. ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഈ
കിങ്ഡം മൊനേറയെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അത് ആരൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ താങ്ക് യു.